ചരിത്ര നേട്ടത്തിന് തൊട്ടരികിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ വിരാട് കോഹ്ലിക്കും കൂട്ടുകാർക്കും വേണ്ടത് ഒരേയൊരു ജയം മാത്രം. വെടിക്കെട്ട് ബാറ്റർമാരുടെ പറുദീസയായിരുന്നു എന്നും RCB. ക്രിസ് ഗെയിലും AB de Villiers വിരാട് കോഹ്ലിയുമെല്ലാം കാണികളെ ആവേശം കൊള്ളിച്ച എത്രയെത്ര മത്സരങ്ങൾ, ചിന്നസ്വാമി സിക്സർ മഴയിൽ മുങ്ങിയ എത്രയെത്ര നിമിഷങ്ങൾ. എല്ലാ സീസണിലും RCBയുടെ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഒരു താരമുണ്ടാകും. ഇത്തവണ താരനിര ഒന്നാകെ ഫോമിലേക്ക് ഉയർന്നതാണ് RCBക്ക് കരുത്തായത്. ഒന്നും രണ്ടുമല്ല, 9 RCB താരങ്ങളാണ് സീസണിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത്. ചരിത്രത്തിലാദ്യമായാണ് ഒരു സീസണിൽ ഒരു ടീമിന്റെ 9 താരങ്ങൾ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നത്. കൊൽക്കത്തയെ 7 വിക്കറ്റിന് തകർത്താണ് RCB IPL 18ാം അംഗത്തിന് തുടക്കമിട്ടത്. വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ലഭിച്ചത് കൃണാൽ പണ്ഡിക്ക്. 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ കൃണാൽ പണ്ഡ്യയാണ് കൊൽക്കത്തയെ വൻ സ്കോറിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയത്. ഈഡൻ ഗാർഡൻസിലെ വിജയത്തിൽ കിട്ടിയ ആവേശം ചെപ്പോക്കിലും RCB തുടർന്നു. ചെന്നൈക്കെതിരെ ജയിച്ചത് 50 റൺസിന്. ചെപ്പോക്കിലെ ദുഷ്കരമായ പിച്ചിൽ അർദ്ധ സെഞ്ചുറി നേടി ടീമിന് മികച്ച സ്കോർ സമ്മാനിച്ച നായകൻ രജത് പട്ടിദാറായിരുന്നു കളിയിലെ താരം. 32 പന്തിൽ 51 റൺസ് എടുത്ത രജത് പട്ടിദാർ മാത്രമാണ് മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതും. 2008 ശേഷം ആദ്യമായി ചെന്നൈയെ ചെപ്പോക്കിൽ തോൽപ്പിച്ച് പരാജയ പരമ്പര അവസാനിപ്പിക്കാനും RCBക്കായി. 3ാം മത്സരത്തിൽ ഗുജറാത്തിനോട് തോറ്റ RCBക്ക് 4ാം മത്സരത്തിൽ എതിരാളിയായി എത്തിയത് മുംബൈ ഇന്ത്യൻസ്. ഇത്തവണയും മുന്നിൽ നിന്ന് നയിച്ചത് ക്യാപ്റ്റൻ രജത് പട്ടിദാർ. 32 പന്തിൽ 64 റൺസ് എടുത്ത രജത് കളിയിലെ താരമായി. 42 പന്തിൽ 67 റൺസ് എടുത്ത വിരാട് കോഹ്ലിയും 22 പന്തിൽ 37 റൺസ് എടുത്ത ദേവ്ദത്ത് പടിക്കലും 19 പന്തിൽ 40 റൺസ് എടുത്ത ജിതേഷ് ശർമ്മയും ടീമിനെ 221 റൺസിലെത്തിക്കുന്നതിൽ നിർണായകമായി. മുംബൈയെ 12 റൺസിന് തോൽപ്പിച്ച് RCB വിജയവഴിയിൽ തിരിച്ചെത്തി. കൊൽക്കത്തയെ ഈഡൻ ഗാർഡൻസിലും ചെന്നൈയെ ചെപ്പോക്കിലും മുംബൈയെ വാങ്കഡയിലും ഒരു സീസണിൽ തോൽപ്പിക്കുന്ന അപൂർവ നേട്ടവും RCB സ്വന്തമാക്കി. സ്വന്തം മണ്ണിൽ ഡൽഹിയുമായുള്ള മത്സരത്തിൽ തോറ്റെങ്കിലും രാജസ്ഥാനെ ജയ്പൂരിൽ 9 വിക്കറ്റിന് തകർത്താണ് RCB തിരിച്ചു വന്നത്. ഇത്തവണയും പുതിയ താരത്തിന് കിട്ടി പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം. 33 പന്തിൽ 65 റൺസ് എടുത്ത ഫിൽസാൾട്ടാണ് കളിയിലെ താരമായത്. 45 പന്തിൽ 62 റൺസ് എടുത്ത വിരാട് കോഹ്ലിയും 28 പന്തിൽ 40 റൺസ് എടുത്ത ദേവ്ദത്ത് പടിക്കലും അന്ന് തിളങ്ങി. അടുത്ത മത്സരത്തിൽ ചിന്നസ്വാമിയിൽ പഞ്ചാബ് എത്തിയപ്പോൾ RCB തോറ്റു. മഴ കാരണം 14 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ 5 വിക്കറ്റിനായിരുന്നു പഞ്ചാബിന്റെ ജയം. എന്നാൽ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ RCBയുടെ ടീം ഡേവിഡാണ് കളിയിലെ താരമായത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് പിന്നാലെ വീണ്ടും പഞ്ചാബ് എതിരാളിയായി എത്തിയപ്പോൾ RCB പകരം വീട്ടി. ജയം 7 വിക്കറ്റിന്. ഇത്തവണ തിളങ്ങി നിന്നത് വിരാട് കോഹ്ലി. 54 പന്തിൽ 73 റൺസുമായി ടീമിനെ ജയത്തിലെത്തിച്ചു കോഹ്ലി. രാജസ്ഥാൻ റോയൽസ് ചിന്നസ്വാമിയിൽ എത്തിയപ്പോൾ സ്വന്തം മണ്ണിലെ ശാപം മാറ്റി ബംഗളൂരു. രാജസ്ഥാനെ തോൽപ്പിച്ചത് 11 റൺസിന്. വിരാട് കോഹ്ലിയും ദേവ്ദത്ത് പടിക്കലും അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയെങ്കിലും 3 വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ഹേസൽവുഡാണ് ഇത്തവണ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. വിജയത്തിലേക്ക് പോവുകയായിരുന്ന രാജസ്ഥാനെ തടഞ്ഞത് ഡെത്ത് ഓവറുകളിൽ ഹേസൽവുഡിന്റെ തകർപ്പൻ പ്രകടനമാണ്. 4 ഓവറിൽ 33 റൺസ് വഴങ്ങിയാണ് 3 വിക്കറ്റ് ഹേസൽവുഡ് വീഴ്ത്തിയത്. പിന്നാലെ ഡൽഹിയെ 6 വിക്കറ്റിന് തകർത്തു RCB. ഇത്തവണ ഓൾറൗണ്ട് പ്രകടനം നടത്തിയ കൃണാൽ പണ്ഡ്യ കളിയിലെ താരമായി. ബൗളിംഗിൽ 1 വിക്കറ്റ് വീഴ്ത്തിയ കൃണാൽ പണ്ഡ്യ ബാറ്റിംഗിൽ 47 പന്തിൽ 73 റൺസ് എടുത്ത് ടീമിനെ ജയത്തിലും എത്തിച്ചു. ചിന്നസ്വാമിയിൽ ചെന്നൈ എത്തിയപ്പോൾ കണ്ടത് ആവേശ പോരാട്ടം. ചെന്നൈയെ മറികടന്നത് വെറും 2 റൺസിന്. ഇത്തവണ കളിയിലെ താരം റൊമാരിയോ ഷെപ്പേർഡ്. 14 പന്തിൽ 53 റൺസ് എടുത്ത് റെക്കോർഡ് നേട്ടത്തിലെത്തി വെസ്റ്റ് ഇൻഡീസ് താരം. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ 2ാമത്തെ അർദ്ധ സെഞ്ചുറി. കൊൽക്കത്തയ്ക്കെതിരായ മത്സരം മഴ കാരണം ഉപേക്ഷിച്ചതിന് പിന്നാലെ ഹൈദരാബാദിനെതിരെ തോറ്റു RCB. അവസാന മത്സരത്തിൽ ലക്നൌവിനെതിരെ തകർപ്പൻ ജയവുമായി ക്വാളിഫയറിലേക്ക്. ജയമൊരുക്കിയത് ജിതേഷ് ശർമ്മ. ഋഷഭ് പന്ത് സെഞ്ചുറി നേടി തിളങ്ങിയ മത്സരത്തിൽ ലക്നൌവിന്റെ ആശ്വാസ ജയമെന്ന പ്രതീക്ഷ തല്ലിക്കെടുത്തി RCB. മായങ്ക് അഗർവാളിനെ കൂട്ടുപിടിച്ച് 227 റൺസ് അനായാസം ചേസ് ചെയ്തു ജിതേഷ് ശർമ്മ. 33 പന്തിൽ നേടിയത് 85 റൺസ്. പഞ്ചാബിനെതിരായ പ്ലേ ഓഫ് പോരാട്ടത്തിലും പുതിയ താരമെത്തി RCBക്ക് രക്ഷകനായി. പഞ്ചാബിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച മത്സരത്തിൽ ഫിൽസാൾട്ട് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും കളിയിലെ താരമായത് സുയാഷ് ശർമ്മ. 3 ഓവറിൽ 17 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയ സുയാഷ് ശർമ്മയാണ് പഞ്ചാബിനെ 101 റൺസിലൊതുക്കാൻ കരുത്തായത്.
സീസണിൽ പ്ലേ ഓഫ് അടക്കം 15 മത്സരത്തിൽ RCB ജയിച്ചത് 10 മത്സരങ്ങളിൽ. മികച്ച താരത്തിനുള്ള പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചത് 9 താരങ്ങൾ, 5 ബാറ്റർമാരും 2 ബൗളർമാരും 2 ഓൾറൗണ്ടർമാരും. ഈ വൈവിധ്യമാണ്, ഈ കൂട്ടായ്മയാണ് RCBയെ ഇവിടെ വരെ എത്തിച്ചത്. സീസണിലെ എല്ലാ എവേ മത്സരങ്ങളും ജയിക്കുന്ന ചരിത്രത്തിലെ ആദ്യ ടീമെന്ന റെക്കോർഡും ഇത്തവണ RCB കുറിച്ചു. ബാറ്റർമാർ തകർത്തടിക്കുമ്പോഴും കളി കൈവിടുന്ന ബൗളർമാരുടെ കാലം RCB മറന്നിരിക്കുന്നു. 3 തവണ ഫൈനലിലെത്തിയിട്ടും നഷ്ടമായ സ്വപ്ന കിരീടം വിരാട് കോഹ്ലിക്ക് ഇത്തവണ സ്വന്തമാക്കാനാകുമോ? ഈ സാല കപ്പ് നംദേ എന്ന മുദ്രാവാക്യം ഇത്തവണത്തെ കിരീടത്തോടെ യാഥാർത്ഥ്യമാക്കുമോ RCB? കാത്തിരിക്കുകയാണ് ആരാധകർ.